1774 ആഗസ്റ്റ് 28 ന്യൂയോർക്ക് സിറ്റിയിലാണ് ഒരു ഭാര്യയും അമ്മയും കൂടാതെ ഒരു സന്യാസ സഭയുടെ സ്ഥാപകയുമായ വിശുദ്ധ ആൻ എലിസബത്ത് സ്റ്റൈൻ ജനിച്ചത്. 1794 അവൾ വില്യം സ്റ്റൈൻ എന്ന ആളെ വിവാഹം ചെയ്തു. ഈ വിവാഹത്തിൽ അവർക്ക് 5 മക്കളുണ്ടായി. അവരുടെ സമ്പത്തെല്ലാം ക്ഷയിക്കുകയും അവർ 1803 ഒരു കത്തോലിക്കനും തങ്ങളുടെ സുഹൃത്തുമായ ലിയോണാർഡ് എന്ന ഇറ്റലിക്കാരന്റെ അടുത്തേക്ക് പോയി. 6 ആഴ്ച കഴിഞ്ഞപ്പോൾ വില്യം മരിച്ചു. ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് 6 മാസത്തിനു ശേഷം വിശുദ്ധ എലിസബത്ത് ആൻ ന്യൂയോർക്കിലേക്ക് തിരികെ പോയി. ഇതിനോടകം തന്നെ അവൾ ഒരു കത്തോലിക്ക വിശ്വാസിയായി മാറിയിരുന്നു. 1809 വിശുദ്ധ തന്റെ ചെറിയ സമൂഹമായ മേരിലാൻഡിൽ വെച്ച് വിശുദ്ധ വിൻസെന്റ് ഡി പോൾ സ്ഥാപിച്ച കരുണയുടെ സഹോദരിമാർ എന്ന സന്യാസ സഭയിൽ ചേർന്നു. എന്നിരുന്നാലും പാവങ്ങൾക്ക്, പ്രത്യേകിച്ച് നീഗ്രോ വംശജർക്ക് വേണ്ടിയുള്ള തന്റെ പ്രവർത്തനങ്ങൾ അവൾ ഉപേക്ഷിച്ചിരുന്നില്ല. പൊതുവിഷയങ്ങൾക്ക് പുറമെ മതപരമായ വിഷയങ്ങൾ കൂടി പഠിപ്പിക്കുന്ന സഭാ സ്കൂൾ സമ്പ്രദായത്തിന് അടിത്തറയിട്ടത് വിശുദ്ധയാണ്. അധ്യാപകരെ പരിശീലിപ്പിക്കുക, സ്കൂളിൽ ഉപയോഗിക്കുവാനായി ധാരാളം പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും ചെയ്തു. ന്യൂയോർക്ക് സിറ്റിയിലും ഫിലാഡൽഫിയയിലും ധാരാളം അനാഥാലയങ്ങൾ വിശുദ്ധ സ്ഥാപിച്ചു. 1821 ജനുവരി 4 വിശുദ്ധ അന്ത്യനിദ്ര പ്രാപിച്ചു. 1963 ജോൺ 23 മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയും 1975 പോൾ 6 മാർപ്പാപ്പ എലിസബത്ത് ആൻസ്റ്റൈനെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.